ഇന്ന് രാജസ്ഥാൻ RCBക്കെതിരെ മികച്ച വിജയമാണ് സ്വന്തമാക്കിയത്. കഴിഞ്ഞ 4 മാച്ചും രാജസ്ഥാൻ തോറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് രാജസ്ഥാൻ തോൽക്കുമെന്നായിരുന്നു ആരാധകർ പറഞ്ഞത്. എന്നാൽ രാജസ്ഥാൻ കളിരീതി മാറ്റിയിരിക്കുകയാണ്. രാജസ്ഥാൻ ടീമിന് എന്ത് സംഭവിച്ചു? എന്താണ് ഇപ്പോൾ രാജസ്ഥാൻ ഇങ്ങനെ ജയിക്കാൻ കാരണം? ഇപ്പോഴെന്ന് RCBക്കെതിരെ ജയിച്ച ശേഷം ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജസ്ഥാൻ്റെ കോച്ച് സംഘകാരെ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. RCBക്കെതിരെ കളി ജയിച്ച് സംഘകാര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. രാജസ്ഥാൻ ടീമിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. താരങ്ങളുടെ ഫോം നഷ്ടമായിട്ടുണ്ടായിരുന്നു. സീസണിന്റെ തുടക്കത്തിൽ കളിച്ചതുപോലെയല്ല രാജസ്ഥാൻ അവസാനം കളിച്ചത്. ടീമിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കി. സഞ്ജു എല്ലാ താരങ്ങളോടും സംസാരിച്ചു. സഞ്ജുവാണ് അവർക്ക് കോൺഫിഡൻസ് കൊടുത്തത്. ഞങ്ങളെ സംബന്ധിച്ചത് ജീവൻ മരണ പോരാട്ടമാണ്. തോറ്റാൽ IPL നിന്ന് പുറത്താണ്. അത് സഞ്ജു ഓരോരുത്തർക്കും വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു. സഞ്ജുവിൻ്റെ ഉപദേശമാണ് കളി മാറ്റാൻ കാരണമായത്. അതുമാത്രമല്ല, സഞ്ജു ബൗളേഴ്സിന് കളിക്ക് മുന്നേ ഒരുപാട് ടിപ്പുകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സഞ്ജുവിൻ്റെ തന്ത്രങ്ങളാണ് കളി വിജയിപ്പിക്കാൻ കാരണമായത്. കളി ജയിച്ചതിൽ എല്ലാ ക്രെഡിറ്റും സഞ്ജുവിനുള്ളതാണ്. സഞ്ജു ഞങ്ങൾക്ക് ഒരു വാക്ക് തന്നിട്ടുണ്ട്. ഇപ്രാവശ്യം സഞ്ജു കപ്പ് നേടുമെന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സംഭവിക്കട്ടെ. അടുത്ത മത്സരത്തിലും ഇതേ കളി രാജസ്ഥാൻ ടീം കാഴ്ചവെക്കുമെന്ന് സംഘകാരെ വ്യക്തമാക്കി. RCB ആരാധകർ നിരാശയിലാണ്. CSK ടീമിനെതിരെ ജയിച്ച് RCB ആരാധകർ സന്തോഷിച്ചതാണ്. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസുണ്ടായിരുന്നില്ല. രാജസ്ഥാനെതിരെ തോറ്റുമടങ്ങാനായിരുന്നു RCBയുടെ വിധി. RCBക്ക് ഇനിയും ഒരു കപ്പിന് വേണ്ടി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. രാജസ്ഥാൻ ടീം ഇപ്രാവശ്യം രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. ഇന്ന് ചെറിയ സ്കോറിൽ രാജസ്ഥാൻ ടീം RCB ഒതുക്കി. അതാണ് കളി ജയിക്കാൻ കാരണമായത്. രാജസ്ഥാനെ സംബന്ധിച്ച് 172 റൺസ് കുറവാണ്. സെക്കൻഡ് ബാറ്റിങ്ങിൽ രാജസ്ഥാൻ ഈസിയായിട്ട് കളി ജയിച്ചു. സഞ്ജു മികച്ച ക്യാപ്റ്റൻസിയാണെന്ന് കാഴ്ചവെച്ചത്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.